കള്ളപ്രചരണമാണ്. വ്യാപകമായ കള്ളപ്രചരണം കേരളത്തിൽ നടത്തി, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും. നിലവിലുള്ള ഒരു ആനുകൂല്യവും ഇത് വന്നു എന്നതിന്റെ പേരിൽ ഇല്ലാതാവില്ല. അപ്പൊ അതിന് ഭയങ്കര ചികിത്സാ ചെലവാണ്. ഇപ്പൊ ഒരു ഹാർട്ട് മാറ്റിവെക്കുന്നതിന് 35 ലക്ഷം രൂപയാണ് പറഞ്ഞത്. ബൈപ്പാസ് സർജറിയുടെ ഇത് കൂടി, സ്റ്റെന്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പൈസ കൂടി, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വലിയ തുകയാണ്. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ തലമുറകളോളം അവർ കടക്കണിയിലാകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ഇന്ന് നിയമസഭയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സതീശൻ സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയുമ്പോൾ തന്നെ അവർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി വൻ വിജയമായിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കാൻ പ്രതിപക്ഷത്തിന് യാതൊരുവിധ ആയുധങ്ങളും സഭയിൽ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു പുകമറയെ മുൻനിർത്തി മാത്രമാണ് പ്രതിപക്ഷം ഇതിനെ നേരിട്ടത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വം പല ഓർഡിനറി സർവീസുകളും സിറ്റി ഫാസ്റ്റ് സർവീസുകളാക്കി മാറ്റി എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എന്നാൽ വി.ഡി. സതീശൻ എഴുന്നേറ്റ് നിന്ന് ഇതിനെ ശക്തമായി തന്നെ എതിർത്തു. സോഷ്യൽ മീഡിയ നോക്കിയല്ല പ്രതിപക്ഷം സംസാരിക്കേണ്ടതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വിഷയത്തിൽ മറുപടി നൽകാൻ മന്ത്രി സി.പി. ജോണിനോട് ആവശ്യപ്പെട്ടു. സി.പി. ജോണിന്റെ കൃത്യമായ മറുപടി കൂടിയായതോടെ പ്രതിപക്ഷം ഈ വിഷയം പൂർണ്ണമായും ഉപേക്ഷിച്ച മട്ടായി. സാധാരണക്കാർക്കായുള്ള സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പദ്ധതി സതീശൻ ബജറ്റിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ ഇതിലേക്ക് 10 കോടി രൂപ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ എന്ന പരിഹാസവുമായി പ്രതിപക്ഷം നേരത്തെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്ലാനുകൾ സതീശൻ തന്നെ വ്യക്തമാക്കിയതോടെ സഭയിൽ അദ്ദേഹത്തിന്റെ മറുപടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും ഏറ്റവും സാധാരണക്കാർക്കും അവർക്ക് സൗജന്യ ചികിത്സ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിശദമായ ഒരു പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. ഗവൺമെന്റ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയാൽ മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി പോകുമെന്നും ഗവൺമെന്റ് ആശുപത്രി അടച്ചുപൂട്ടി പോകുമെന്നും സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം കിട്ടുമെന്നുള്ള വിചിത്രമായ ഒരു വാദമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 2000 ചില്ലാൻ കോടി കൊടുക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കാനുള്ളത് എവിടെയാ? സ്വകാര്യ ആശുപത്രികളിലാണ്. ഇപ്പോഴത്തെ ഇൻഷുറൻസ് പ്രോജക്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും സ്വകാര്യ ആശുപത്രികളെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിനർത്ഥം എല്ലാവരെയും നമ്മൾ മെഡിക്കൽ കോളേജിലേക്കും എല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിലേക്കും കൊണ്ടുവരിക എന്നതാണ്. മെഡിക്കൽ കോളേജിൽ ഒരു ബെഡിൽ 3 പേര് കിടക്കുക എന്നാണ് പരാതി. നമ്മൾ അവിടെയുള്ള പേഷ്യൻസിനെ കുറച്ചു കൊണ്ടുവരുകൂടി വേണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പോകുന്ന സ്ഥലത്ത്. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും പങ്കാളികളാകും. അത് സ്വകാര്യ ആശുപത്രികളെ പങ്കാളികളാക്കിയില്ലെങ്കിൽ അതിനർത്ഥം നല്ല ചികിത്സ നിഷേധിക്കുന്നു എന്നാണ് ഇൻഷുറൻസിലെ ഗുണഭോക്താക്കൾക്ക്. ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾക്കും ഇപ്പോഴും ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കും. പിന്നെ ഇൻഷുറൻസ് തുക പ്രീമിയം ഗവൺമെന്റ് എത്രയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ആ പ്രോജക്റ്റിന്റെ DPR തയ്യാറാക്കി ഇൻഷുറൻസ് കമ്പനികളുമായി എഗ്രിമെന്റ് വെക്കുമ്പോൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എത്ര കോടി രൂപ ഇൻഷുറൻസ് പ്രീമിയമായി അടക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. മാത്രമല്ല വിശദാംശങ്ങൾ തീരുമാനിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പ്രീമിയം കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. മാസം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് പ്രീമിയം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അയാൾക്ക് ചിലപ്പോൾ ഒരു നിശ്ചിത തുക ഇതിന്റെ അകത്ത് നിന്ന് പ്രീമിയമായി കൊടുക്കാൻ തീരുമാനിക്കേണ്ടി വരും. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. അതിനർത്ഥം 10 കോടി രൂപ ഇൻഷുറൻസ് പദ്ധതിക്ക് വകയിരുത്തിയതല്ല. പ്രാരംഭ ചെലവുകൾക്കും DPR തയ്യാറാക്കുന്നതിനും വേണ്ടി നമ്മൾ വാഗ്ദാനം ചെയ്ത ആ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. ഇത് ഈ വന്നിട്ട് നമ്മൾ 1 മാസമായിട്ടുള്ളൂ. ആ 1 മാസത്തിനുള്ളിലാണ് 2 ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പിലാക്കിയത്. ഇൻഷുറൻസ് പദ്ധതി വിശദമായ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് നടത്താനുള്ളത്. ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്യണം. പല ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രപ്പോസൽസ് മേടിക്കണം. ഗവൺമെന്റിന് വളരെ ഫീസിബിൾ ആയ തരത്തിൽ ഇത് പദ്ധതി തടസ്സം കൂടാതെ നടപ്പാക്കാൻ ആവശ്യമായ തരത്തിലാണ്. ഇപ്പോൾ മെഡിസെപ്പ് പദ്ധതി നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കി.
വ്യാപകമായ പരാതികളാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും. അതിൽ പാനൽ ചെയ്ത ആശുപത്രികളെ കുറിച്ചുള്ള പരാതികളുണ്ട്. ശരിക്കും ഒരുപാട് ആശുപത്രികൾ പാനൽ ചെയ്യപ്പെട്ടിട്ടില്ല. കൃത്യമായ ചികിത്സ അവരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മേടിക്കുകയാണ്. സംസ്ഥാന ജീവനക്കാരുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചിട്ട് അവർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്ന ആശുപത്രി ആ പാനലിലില്ല. ഏറ്റവും കൂടുതൽ നേത്രരോഗ ആശുപത്രികളാണ് എന്റെ ലിസ്റ്റിലുള്ളത്. ഇന്ന് സർക്കാർ ജീവനക്കാർ മുഴുവൻ നേത്രരോഗമുള്ളവരാണോ? അല്ല. അങ്ങനെ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ, ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ കൃത്യമായി എല്ലാവർക്കും ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിൽ നല്ല ചികിത്സ കിട്ടണ്ടേ? നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ രോഗങ്ങളുടെ ഒരു വിവരം കൂടി നമ്മൾ അറിയണം. ക്യാൻസർ വർദ്ധിച്ചു വരികയാണ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടുകയാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കൂടുകയാണ്, അപൂർവ രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗൗരവമാണ്. അപ്പൊ അതിന് ഭയങ്കര ചികിത്സാ ചെലവാണ്. ഇപ്പൊ ഒരു ഹാർട്ട് മാറ്റിവെക്കുന്നതിന് 35 ലക്ഷം രൂപയാണ് പറഞ്ഞത്. ബൈപ്പാസ് സർജറിയുടെ ഇത് കൂടി, സ്റ്റെന്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പൈസ കൂടി, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വലിയ തുകയാണ്. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ തലമുറകളോളം അവർ കടക്കണിയിലാകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരുപാട് രോഗങ്ങൾ വരികയാണ്. നമ്മൾ അതിനെല്ലാം കൂടി അഡ്രസ് ചെയ്തുകൊണ്ടുള്ള വളരെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി തീർച്ചയായും നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന്റെ എന്ന് തുടങ്ങും എന്ന് ആ പദ്ധതിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രഖ്യാപിക്കും. വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇൻഷുറൻസ് പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പ്രോജക്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യുമെങ്കിൽ, നേരത്തെ നിങ്ങൾ വന്നപ്പോൾ 2 പെൻഷൻ മാറ്റി 1 പെൻഷനാക്കിയതുപോലെ അല്ല ഇത് ചികിത്സാ സഹായം ഉറപ്പുവരുത്തുക. ഏറ്റവും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരു രോഗം വന്നാൽ അവർക്ക് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വേറെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ചികിത്സയ്ക്ക് പൂർണ്ണമായ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പൊ ആ പദ്ധതി ഏതെല്ലാം തരങ്ങളിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്തരം രംഗങ്ങൾ മുഴുവൻ കവർ ചെയ്യും. ആ കവർ ചെയ്യുന്ന ഒരു പദ്ധതി ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ അത് മാറ്റും. കവർ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ, ഇനി കവർ ചെയ്യുന്ന അല്ല, കവറേജിന്റെ പുറത്താണ് നിലവിലുള്ള പദ്ധതിയെങ്കിൽ ആ പദ്ധതി തുടരും. അപ്പൊ അത് ആലോചിച്ചിട്ട് വേണം. പദ്ധതി കിട്ടിയിട്ടും പദ്ധതിയുടെ കവറേജ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നിരന്തരമായ ചർച്ച നടത്തിയിട്ട് ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഏതെല്ലാം കവറേജ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട്. നിലവിലുള്ള ഒരു ആനുകൂല്യവും ഇത് വന്നു എന്നതിന്റെ പേരിൽ ഇല്ലാതാവില്ല. പുതിയ ഇൻഷുറൻസ് കവറേജിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് 2 എണ്ണം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് മാറ്റും, അത്രയേ ഉള്ളൂ. സാർ, 1 മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ പണ്ട് 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞിട്ട് 4.25 വർഷം കഴിഞ്ഞ് 400 രൂപ കൂട്ടിയതുപോലെ അല്ലത്. ആദ്യത്തെ മാസം നടപ്പാക്കി. ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറയും, ഒറ്റ ബസ് പോലും. കള്ളപ്രചരണമാണ്. വ്യാപകമായ കള്ളപ്രചരണം കേരളത്തിൽ നടത്തി, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും. ആ കള്ളപ്രചരണം അങ്ങേ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു MLA ഈ സഭയിൽ ഉന്നയിച്ചതിലെ അതിശക്തമായ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ ട്രാൻസ്പോർട്ട് മന്ത്രി പറയും. 384 സിറ്റി ഫാസ്റ്റ് ആകെ ഉള്ളത്. അതിലൊരു സിറ്റി ഫാസ്റ്റ് പോലും അല്ല, ഒരു ഓർഡിനറി പോലും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. 1 2 പറഞ്ഞോട്ടെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മള് CP ഇപ്പൊ തന്നെ നമ്മൾ റൂട്ട് മാറിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിറ്റി ഫാസ്റ്റ് ക്വസ്റ്റ്യൻ വേറെയാണ്, ഓർഡിനറി ആക്കിയത്. ചർച്ച വേറെ രൂപത്തിലാണ്. MLA ഇവിടെ ഇരിക്കുകയാണ്, വിൻസെന്റ്. ഒരു സിറ്റി ഫാസ്റ്റിനെ ഓർഡിനറി ആക്കി അവിടുത്തെ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം. അത് ഉദ്ഘാടനം ചെയ്ത MLA ഇവിടെ ഇരിക്കുകയാണ്, വിൻസെന്റ്. അതുകൊണ്ട് ആരോ ഒരു പ്രചരണം കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ വിശ്വസിക്കരുത്. ഇനി ഏതെങ്കിലും ഒരു ഓർഡിനറിയെ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പറയൂ, അത് തിരിച്ചാക്കാം. അങ്ങനെ ഉണ്ടാവാൻ പറയാൻ കഴിയില്ല. ഞാൻ വാശിയോടുകൂടെ പറയാണ്, എഴുതി തന്നോളൂ. ഏതെങ്കിലും ഒരു ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ അത് ഉടനെ പരിശോധിക്കും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.